ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ ലാസ്റ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കാലം നമുക്ക് നമ്മുടെ പിൻകോഡ് സർവീസബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് ഓൾറെഡി ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡിലൈറ്റ് അക്കൗണ്ട് ഹോൾഡറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റമറാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 1 year ആയി ഞാനത് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പ്രൈമറി അക്കൗണ്ട് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഡിലൈറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമ്മൾ ഇതുപോലെ അന്നൊരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ എടുത്തതാണ്. ഞാൻ നോർമലി ഇതുപോലെ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് സംഭവമൊക്കെ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്ത സാധനം നമ്മൾ നോർമലി പറയാറുള്ളൂ, റിവ്യൂ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ബേസിൽ നമ്മൾ എടുത്താണ്. പിന്നെ നിങ്ങൾക്ക് അറിയിക്കില്ല, ഇപ്പോൾ നമ്മൾ നോർമലി ഭയങ്കര ഹൈ വാല്യൂ മിനിമം ബാലൻസ് ഒക്കെ ഉള്ള അക്കൗണ്ടുകൾ എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്നത്. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അവരെ എൻ്റെ കൂടെ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഫ്രീ കാർഡല്ല കേട്ടോ. 500 രൂപയുടെ ആനുവൽ ചാർജ് വരുന്നൊരു കാർഡാണ്. ഡിലൈറ്റ് കാർഡ് എന്ന് തന്നെ പറഞ്ഞൊരു കാർഡാണ്. നല്ല കാർഡാണ്, അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് വേറെ എക്സ്ട്രാ ചാർജുകളോ മെയിൻ്റനൻസ് ചാർജോ സംഭവമൊന്നും ഇല്ല നമ്മുടെ ഈ ഡിലൈറ്റ് അക്കൗണ്ടിന്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് ഈ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ പ്രീ അപ്രൂവൽ ലോണും ഹോം ലോൺ അടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഹോം ലോണും അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ പിൻകോഡ് ഇവിടെ സർവീസബിൾ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കാലം, അതുകൊണ്ടാണ് എൻ്റെ ഇത്രയും കാലം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡ് ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയ പിൻകോഡ് സർവീസബിൾ ആയി. അപ്പോൾ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ എന്താ വെച്ചാൽ എൻ്റെ ആധാർ നമ്പറും ബാങ്ക് രജിസ്റ്റർ നമ്പറും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീ അപ്രൂവൽ ഓഫർ വരുമ്പോൾ ഇത് നമുക്ക് ആ നമ്പറിലാണ് ആക്ച്വലി ഓഫർ വരിക. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ സെയിം നമ്പർ ആയിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ആധാറിലത്തെ നമ്പർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഇന്ന് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ, എന്ന് വെച്ചാൽ നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് അപ്രൂവലായിരുന്നു. ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ നമുക്കൊരു കാർഡ് കിട്ടി. 4 lakh വരെ നമുക്ക് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്രൂവൽ സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി 4 കാർഡുകളിൽ അപ്രൂവൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാം. എനിക്ക് ആക്ച്വലി ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് സൈഡ് മെയിലും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതിൻ്റെ ഇമെയിലൊന്നും എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഞാൻ നമ്മുടെ എനിക്ക് വന്ന മെയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി നമുക്ക് വന്ന മെയിലാണ്. ഇത് ഒഫീഷ്യൽ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ടീമായി ചെയ്യുന്ന മെയിലാണ്. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എനിക്ക് ആക്ച്വലി അവർ ഓഫർ ചെയ്തേക്കുന്നത് അപ് ടു 4 lakh അല്ല, കറക്റ്റ് 4 lakh ലിമിറ്റാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഓഫേർഡ് കാർഡ് എന്ന് പറയുന്നത് 4 കാർഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഇമെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് പ്രീ അപ്രൂവൽ ഓഫർ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലും നെറ്റ് ബാങ്കിങ്ങിലൊക്കെ അത് ഷോ ചെയ്യും. അത് ആദ്യം ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അത് ഫ്രോഡ് ആണെങ്കിൽ അത് അതിൽ നിന്ന് കാണിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ അത് ചെക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിനൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒറിജിനലാണ്. അവരുടെ ആക്ച്വലി ഈ ആളുടെ കസ്റ്റമർ ഐ ഡി എന്താ പറയുക, നമ്മുടെ ജോബ് ഐ ഡി ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എംപ്ലോയി ഐ ഡി വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും എംപ്ലോയി ആണോ എന്നൊക്കെ. അതൊക്കെ ഞാൻ കൺഫേം ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. എന്താ വെച്ചാൽ എൻ്റെ ആപ്പിലും കാണിക്കുന്നുണ്ടായിരുന്നു പ്രീ അപ്രൂവൽ ഓഫർ. അപ്പോൾ അങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അല്ലാണ്ട് ചുമ്മാ ചാടി കയറി വരുമ്പോഴേക്കും ചെയ്യരുത്. ഇപ്പോൾ ഫ്രോഡുകളായിരിക്കാം. 90% ഫ്രോഡുകളാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതും വെരിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന കാർഡ് ഓഫർ വന്നേക്കുന്നത് ഇതെല്ലാം ലൈഫ് ടൈം ഫ്രീ കാർഡുകളാണ് നമുക്ക് വന്നേക്കുന്നത്. ഈസി ഡൈനർ കാർഡാണ് നമുക്ക് ആദ്യത്തെ കാർഡ് ഓഫർ വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ ഒരു സ്വിഗ്ഗി പോലത്തെ ഒരു സംഭവമാണ്. അതായിട്ടുള്ള കോർബറിൻ്റെ കാർഡാണ്. പിന്നെ ഓറ എഡ്ജ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ട്രാവൽ ബെനിഫിറ്റ് ഒക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു കാർഡാണ്. പിന്നെ നമുക്ക് വിസ പ്ലാറ്റിനം കാർഡ്, നോർമൽ അവരുടെ റുപ്പേ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ ചെയ്യാവുന്ന ഒരു കാർഡാണത്. പിന്നെ നമുക്ക് ലെജൻഡ് കാർഡ് അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു കാർഡായിരുന്നു. പിന്നെ ഇപ്പോൾ അത് കുറേയൊക്കെ ഒരു ഡിവൈഡ് ചെയ്തു. നമുക്ക് മൂവീസിനും സംഭവത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി ലെജൻഡ് കാർഡാണ് കൊടുത്തത്. നമുക്ക് എന്തായാലും അഡീഷണൽ കാർഡ് കിട്ടും. 3 കാർഡ് വരെ ആക്ച്വലി ഇൻഡസ്ഇൻഡ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റൂപ്പേ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ റൂപ്പേ നമുക്ക് ചെയ്യാം. ലെജൻഡ് കാർഡ് നമുക്ക് വിസ കാർഡ് വന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻറ്റ് അപ്രൂവലായിരുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കൺഗ്രാജുലേഷൻ ആപ്ലിക്കേഷൻ കണ്ടു. ഓൾറെഡി മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് എന്താ വെച്ചാൽ ഇത് ഓൾറെഡി നമുക്ക് പ്രീ അപ്രൂവൽ ഓഫറായിരുന്നു. ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ, പ്രീ അപ്രൂവൽ ഓഫർ 2 ടൈപ്പ് ഉണ്ട്. ചിലത് നമുക്ക് പ്രൂഫ് പിന്നെയും ചോദിക്കും, സിബിൽ സ്കോർ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഓഫറുകളുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. എനിക്ക് എൻ്റെ അന്ന് ഇൻസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ സാധനം കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. ഓൾറെഡി ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിലും കാണിച്ചു തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് 1 വീക്കിനുള്ളിൽ കാർഡും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ എന്തായാലും നമ്മുടെ ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡായിട്ട് വരെ കുറേ കാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫർ ലിങ്ക് സെറ്റപ്പിൻ്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഡിലൈറ്റ് കാർഡിൻ്റെ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം. ഡിലൈറ്റ് ഡെബിറ്റ് കാർഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ ഡിലൈറ്റ് എന്ന് പറഞ്ഞില്ല, ഡിലൈറ്റിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ആ സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് എടുക്കാനും ഉള്ളൊരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ക്വാളിഫൈഡ് ആണ്. അടുത്ത കാണാം.